സഭയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചയാളാണ് മാർ അപ്രേം കരീം കൂറിലോസ്. 1965 സിറിയയിലെ കാമിഷിലിയയിലാണ് മാർ അപ്രേം കരീം കൂറിലോസിന്റെ ജനനം. ലെബനനിലെ സെന്റ് എഫ്രേം സെമിനാരി, കെയ്റോയിലെ കോപ്റ്റിക് സെമിനാരി എന്നിവിടങ്ങളിൽ വൈദിക പഠനം. 1985 അദ്ദേഹം വൈദികനായി, ആദ്യം ഈജിപ്തിൽ. 1988 മുതൽ 1989 വരെ പാത്രിയർക്കീസ് ബാവയുടെ സെക്രട്ടറി. അയർലൻഡിൽ നിന്ന് തിയോളജിയിൽ ഡോക്ടറേറ്റ് നേടി. 1996 മെത്രാപ്പൊലിത്തയായി അഭിഷിക്തനായ അദ്ദേഹം അമേരിക്കൻ ഭദ്രാസനത്തിന് ചുമതലയേറ്റു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സഭ അമേരിക്കയിൽ വലിയ വളർച്ച നേടി. യുവാക്കളോട് ഏറെ താല്പര്യമുള്ള മാർ അപ്രേം കരീം അവരുടെ ഉന്നമനത്തിന് വളരെയധികം സംഭാവനകൾ നൽകി. പലതവണ കേരളം സന്ദർശിച്ചിട്ടുള്ള അദ്ദേഹത്തിന് മലങ്കര സഭയുമായി അടുത്ത ബന്ധമാണുള്ളത്. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, അറബിക് ഭാഷകളിൽ പ്രാവീണ്യമുണ്ട്. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്. വിവിധ രാജ്യങ്ങളിലെ സഭയെ അടുത്തറിഞ്ഞയാളാണ് നിയുക്ത പാത്രിയർക്കീസ് ബാവയെന്ന് ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലസ് മെത്രാപ്പോലീത്ത പറഞ്ഞു. മലങ്കര സഭയ്ക്ക് അദ്ദേഹം പ്രത്യേക പരിഗണന നൽകുമെന്നും മാർ തെയോഫിലസ് മനോരമ ന്യൂസിനോട് പറഞ്ഞു. മധ്യപൂർവ്വ ദേശങ്ങളെയും മലങ്കര സഭയെയും പാശ്ചാത്യ ലോകത്തെയും ഒരുപോലെ അറിയുന്ന ഒരു പുതിയ വ്യക്തിത്വമാണ് നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന കൂറിലോസ് അപ്രേം കരീം എന്ന് പറയുന്ന പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നയാള്. ഇതര സഭകളുമായിട്ടും വളരെ നല്ല ബന്ധവും അതിന്റെ ദൈവശാസ്ത്രവും സഭാവിജ്ഞാനിയും എല്ലാം നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ എക്യുമെനിക്കൽ രംഗങ്ങളിലും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരിക്കും എന്നുള്ളതിന് സംശയം. പുതിയ പാത്രിയർക്കീസ് ബാവയുടെ ആസ്ഥാനം എവിടെയാകുമെന്നത് സംബന്ധിച്ച് ആശയക്കുഴപ്പം തുടരുന്നു. ആഭ്യന്തര യുദ്ധത്തിൽ കത്തിയെരിയുന്ന സിറിയയിലെ ദമാസ്കസിലുള്ള ആസ്ഥാനത്തെത്തി പുതിയ ബാവയ്ക്ക് സ്ഥാനമേൽക്കാനാകുമെന്ന് ഉറപ്പില്ല. ഇതിന് കഴിഞ്ഞില്ലെങ്കിൽ ലെബനനിലെ ബെയ്റൂട്ടിൽ തന്നെയാകും പുതിയ പാത്രിയർക്കീസും തുടരുക. കാലം ചെയ്ത ഇഗ്നാത്തിയോസ് സഖാപ്രഥമൻ ബാവയുടെ കബറടക്ക ചടങ്ങുകളിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ മതി സിറിയയിലെ സംഘർഷാവസ്ഥ മനസ്സിലാക്കാൻ. സിറിയൻ സർക്കാരിന്റെ ശക്തമായ പിന്തുണ മൂലമാണ് അദ്ദേഹത്തിന്റെ കബറടക്കം സിറിയയിൽ നടത്താൻ കഴിഞ്ഞത്. ഡമാസ്കസ് മുതൽ കബറടക്കം നടന്ന മാറത്ത് സെദന വരെ പൂർണ്ണമായും സിറിയൻ പട്ടാളത്തിന്റെ നിയന്ത്രണത്തിൽ. സെമിനാരിക്ക് ചുറ്റും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ. പക്ഷേ ശവസംസ്കാര ചടങ്ങുകൾക്ക് ലഭിച്ച ഈ സുരക്ഷ തുടർന്ന് നൽകുക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അപ്രായോഗികമാണ്. സിറിയയിലെ ക്രിസ്ത്യാനികൾ അസദ് ഭരണകൂടത്തെ അനുകൂലിക്കുന്നതിനാൽ തന്നെ വിമതരുടെ മുഖ്യ ശത്രുക്കളാണ്. സഖാപ്രഥമൻ ബാവയുടെ പിൻഗാമിയാകേണ്ടിയിരുന്ന അലപ്പോ ആർച്ച് ബിഷപ്പ് ഗ്രിഗോറിയോസ് യോഹനാൻ ഇബ്രാഹിം മെത്രാപ്പൊലീത്ത ഇപ്പോഴും തീവ്രവാദികളുടെ പിടിയിലാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്നതിന് പോലും തെളിവില്ല. ദമാസ്കസിലെ പാത്രിയാർക്ക ആസ്ഥാനത്തിന് ആഭ്യന്തര യുദ്ധത്തിനിടെ കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. മാറത്ത് സെദനയിലെ അരമനയ്ക്ക് മുന്നിൽ നിന്നാൽ ഇപ്പോഴും വെടിയൊച്ചകൾ കേൾക്കാം. വിമതരുടെ ശക്തി കേന്ദ്രമായ ഹോംസ് പട്ടണത്തിലേക്കുള്ള വഴിയിലാണ് സെദന. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ആഗമാന സുറിയാനി സഭയുടെ പുതിയ സിറിയയിൽ താമസിക്കാനുള്ള സാധ്യത വിരളമാണ്. ദമാസ്കസിൽ സുമേഷിനൊപ്പം നിഷ ജബി, മനോരമ ന്യൂസ്. കേരളം